മനുഷ്യമാംസം കഴിക്കുന്ന ഒരു ബാക്ടീരിയ കേരളത്തിൽ ഒരാൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ തലയിലെ മാംസവും സ്കിന്നെല്ലാം ബാക്ടീരിയ കഴിക്കുകയും അദ്ദേഹത്തിൻ്റെ തലയോട്ടി വിസിബിൾ ആവുകയും പിന്നീട് 13ഓളം സർജറിക്ക് വിധേയനാവുകയും ചെയ്തിട്ടുണ്ട്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ഇങ്ങനെ ഒരു ബാക്ടീരിയ എഫക്റ്റ് ആവുമോ? ഇത് ഡോക്ടറുടെ കുഴപ്പമാണോ, ക്ലിനിക്കിൻ്റെ കുഴപ്പമാണോ, അതല്ല ഹെയർ ട്രാൻസ്പ്ലാന്റ് പ്രൊസീജിയറിന് വിധേയമായ വ്യക്തിയുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതാണോ എന്നുള്ളത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന് ദൈവം ക്യൂർ കൊടുക്കട്ടെ, പെട്ടെന്ന് അദ്ദേഹം നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരട്ടെ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇനി ഒരാൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ്. ഇത് ശരീരത്തിൽ എവിടെ വേണമെങ്കിലും എഫക്റ്റ് ആവാം. സ്കിന്നിൽ കട്ടോ ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എവിടെ വേണമെങ്കിലും എഫക്റ്റ് ആവാം എന്നുള്ളതും വളരെ സ്പ്രെഡിങ് കപ്പാസിറ്റി ഉള്ളതും വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു ബാക്ടീരിയൻ തന്നെയാണിത്, അതിലൊരു സംശയവുമില്ല. പക്ഷേ ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ കേസിൽ ഇറ്റ്സ് എക്സ്ട്രീംലി റയർ. നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വളരെ റയർ ആയിട്ട് മാത്രമേ ഇങ്ങനത്തെ എഫക്റ്റ് ഉണ്ടാവാറുള്ളൂ. എന്തായാലും അദ്ദേഹത്തിൻ്റെ കേസിൽ ഇത് സംഭവിച്ചു. ചിലർ ചോദിക്കുന്നത് ഡോക്ടേഴ്സിൻ്റെ പിഴവ് കൊണ്ടാണോ സംഭവിക്കുന്നത് എന്നൊക്കെ. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മുമ്പുള്ള വീഡിയോകളിൽ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ സേഫായിട്ട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല ഓർഗനൈസേഷനിൽ മാത്രം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ആദ്യമായിട്ട് ഡോക്ടർ കണ്ടാമിനേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഇയാളെ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികൾ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, അവരുടെ ശരീരത്തിൽ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാക്ടീരിയ കോളനി അവരുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ സ്പ്രെഡ് ആവാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. രണ്ടാമത്തെ ഒരു ചാൻസാണ് ക്ലിനിക്കിലെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ഹൈജീനിക് പ്രോബ്ലം. സ്റ്റെറൈൽ അല്ലാത്ത മെറ്റീരിയൽസും അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള റൂമിലും പ്രൊസീജിയർ ചെയ്യുമ്പോഴും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാം. സോ അങ്ങനെയും ചാൻസ് ഉണ്ട്. മൂന്നാമത്തത്, സർജറിക്ക് ശേഷം പോസ്റ്റ് കെയർ സമയത്ത് പേഷ്യൻ്റ് ബാക്ടീരിയയ്ക്ക് എക്സ്പോസ്ഡ് ആവാനുള്ള എന്തെങ്കിലും കാരണം കൊണ്ട്, പല രീതിയിലുണ്ട്, എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആളുമായിട്ടുള്ള ഡയറക്റ്റ് കോൺടാക്റ്റോ അങ്ങനെ എന്തെങ്കിലും റീസൺ കൊണ്ട് പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ വരാം. ഇത്തരത്തിലുള്ള സാധ്യതകൾ ഹെയർ ട്രാൻസ്പ്ലാന്റിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സേഫ്റ്റിയാണ് നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. എന്നാൽ കൂടി എനിക്ക് പറയാനുള്ളത്, ഇനി ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ, ഇതിപ്പോൾ ഒരു റിപ്പോർട്ട് ചെയ്ത കേസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഹെയർ ട്രാൻസ്പ്ലാന്റിൽ ഇതിൽ മാത്രമല്ല ഒരുപാട് കേസുകളുണ്ട്. അനസ്തേഷ്യയിൽ കോംപ്ലിക്കേഷൻ വരാം. പ്രത്യേകിച്ച് ഡയബറ്റിക്കുള്ള പേഷ്യൻസിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഹെയർ ട്രാൻസ്പ്ലാന്റ് പോസ്റ്റ് കെയർ ട്രീറ്റ് ചെയ്യാൻ. കാരണം നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് ഷുഗർ ഹൈ ലെവലിൽ നിൽക്കുമ്പോൾ ഇൻഫെക്ഷൻ ചാൻസ് വളരെ പെട്ടെന്നുണ്ടാവും. ഇൻഫെക്റ്റഡ് ആയാൽ തന്നെ അതിൻ്റെ സ്പ്രെഡിങ് കപ്പാസിറ്റി മറ്റൊക്കെ പെട്ടെന്നുണ്ടാവും എന്നുള്ളതാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ റെപ്യൂട്ടേഷൻ നോക്കിയിട്ട് മാത്രം ചെയ്യുക. നല്ലൊരു പ്ലാസ്റ്റിക് സർജൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡോക്ടേഴ്സ് ഉള്ള സ്ഥലത്ത് മാത്രം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും നാളെ മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷനിലേക്ക് എല്ലാവരും എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. സോ അദ്ദേഹത്തിൻ്റെ കേസിൽ ഇത്രയും കാര്യങ്ങളാണ്. യഥാർത്ഥ കാരണം നമുക്കറിയില്ല എന്തുകൊണ്ടാണ് പുള്ളി ഇൻഫെക്റ്റഡ് ആയി എന്നുള്ളത്. അത് മേ ബി ഡോക്ടർ മിസ്റ്റേക്ക് ആവാം, മേ ബി ക്ലിനിക്കിൻ്റെ ഹൈജീനിക് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലായിരിക്കും, അല്ലെങ്കിൽ യൂസ് ചെയ്ത മെറ്റീരിയൽ സ്റ്റെറൈൽ ആയിരിക്കില്ല, അതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പേഷ്യൻറ്റിൽ നിന്ന് എന്തെങ്കിലും അശ്രദ്ധ വന്നതുകൊണ്ടാവും. എന്തുകൊണ്ടുമാവാം. എപ്പോഴും ശ്രദ്ധിക്കുക, ഹെയർ ട്രാൻസ്പ്ലാന്റ് അങ്ങനെ ഒരു പേടിക്കേണ്ട സർജറി അല്ല, സിമ്പിൾ പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലത്തെ കോംപ്ലിക്കേഷനിലേക്ക് സാധ്യതയുണ്ട്. ഹെയർ ട്രാൻസ്പ്ലാന്റ് എപ്പോഴും റെപ്യൂട്ടഡ് ആയിട്ട് നല്ല ഫെസിലിറ്റിയിൽ നല്ല റെപ്യൂട്ടഡ് ആയ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാത്രം ചെയ്യുക എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക.